അവളെ പിടിച്ച് താഴെ എറിയുന്നത് പറ്റൂല. മീന് ഭയങ്കര ശക്തിയാണ്, എന്നെ കൊണ്ട് പറ്റൂല. ഞാനുണ്ടല്ലോ നിന്നെ പോലെ വെറുതെ തിന്നും കുടിച്ചിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. നല്ല അധ്വാനിച്ചിട്ടുള്ള ആരോഗ്യാണ്. അച്ഛാ, ഇതാണ് ഗ്യാസ് കുറ്റിവലി മത്സരം. നിലത്ത് പോയി വെച്ചു. എന്തുവാ പ്രശ്നം? ഗീതയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ കുറ്റി ഈ വീട്ടിൽ വെച്ച് കത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും സമ്മതിക്കില്ല. അതിന് നിങ്ങളെ സമ്മതം ആർക്കാ വേണ്ടേ? നീ ഒന്ന് കത്തിക്കോ? അമ്മയല്ലേ വലിയ കാര്യത്തെ അങ്ങോട്ട് പറഞ്ഞ ഞാൻ മുറ്റത്ത് കൊണ്ടുപോയി കമ്പും കോലും ഒക്കെ വെച്ച് കത്തിക്കുമെന്ന്. അമ്പടാ, നിന്റെ പെങ്ങളെ എന്നെ പുകയത്തേക്ക് തള്ളിവിടാൻ നാണമില്ല അവിടെ നിനക്ക്. അത് ഞാനാണോ ചെയ്തത്? അതിന് അമ്മ എന്തിനാ പുകയെടുപ്പല്ലോ ഊതുന്നേ? ഇവളെ കൊണ്ട് ഊതിക്കറ. നല്ല ആരോഗ്യം ഉണ്ടല്ലോ. അയ്യേ, എന്നെ കൊണ്ട് പൂതിക്കാനുള്ള പൂതി വേണ്ടട്ടാ, ഊതിക്കല്. എന്നാ പിന്നെ ഉണ്ടല്ലോ, ഞാൻ വെച്ചുണ്ടാക്കുന്നത് മര്യാദക്ക് കഴിക്കണം. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കെട്ടിയവനോട് പറ, എന്റെ അടുത്തും മെക്കിട്ട് കയറണ്ട. അതിന് കെട്ടിയനെ ഇവളുടെ ചൊൽപ്പടിക്ക് തന്നെയാണല്ലോ. അതിനെന്താ അല്ലേ? ഞാൻ ആരുടെയും ചൊൽപ്പടിക്കല്ല. എന്നാലേ ഇന്ന് തൊട്ട് ഞാൻ പറയുന്നതല്ലേ കേൾക്കണം. അമ്മ പറയണത് എല്ലാവരും കേൾക്കണം. അതിനെ എന്നെ ഡിവോഴ്സ് ചെയ്യണം നിങ്ങൾ. നീ എന്റെ കുടുംബം കുളവാക്കിയിട്ട് അടങ്ങോളൂടി. ചേട്ടൻ അവളോട് കുടുംബം തകരാണ്ടിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ചേട്ടൻ അമ്മ പറയണ കേൾക്കണോന്ന്. അച്ഛമ്മ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. വെറുതെ എന്തിനാ ഈ അച്ഛനും അമ്മേനെ ബുദ്ധിമുട്ടിക്കണേ? ഇവിടെ ചെറുക്ക, നിന്നോട് ഞാൻ അവിടെ വെച്ച് വാണിംഗ് ചെയ്തതാണ്. ഇവിടുന്ന് മെക്കിട്ട് കയറുന്നു. പൊക്കോണവിടെ നീ. അപ്പച്ചീന്റെ വാണിക്ക് ആർക്ക് വേണം? നീ എന്തിനാ എന്റെ മോനെ അടിച്ചേ? എന്റെ മോനെ അടിച്ച എന്റെ മോനെ അടിച്ച ഞാനും അടിക്കും. മിണ്ടരുത്. ഒരു പണി ചെയ്യും, നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് എന്നെ അങ്ങോട്ട് തല്ലിക്കൊല്ലു. എന്നിട്ട് വേണം എല്ലാരും കൂടി ചെല്ലി പോയി കിടക്കാൻ. മനസ്സിലിരിപ്പ് കൊള്ളാല. ഇവളെ ആ കൂടോത്രക്കാരിയുടെ കൂട്ടുപിടിച്ച് പണ്ടേ ഇവനെ വശത്താക്കി വെച്ചിരിക്കുവാടി. ചേട്ടൻ മര്യാദക്ക് അമ്മ പറയണ കേട്ടോ. കൂടോത്രത്തിൽ രക്ഷപ്പെട്ടോ. അമ്മേ വാ, അമ്മ പോവാ. വാ ഇങ്ങോട്ടൊക്കെ. നിങ്ങൾക്ക് ഈ കൂടോത്രം വേണോ അതോ ഡിവോഴ്സ് വേണോ? അച്ഛൻ പെട്ടു. വട്ട മുർത്ത വട്ട നമ്മളെ മൈൻഡ് ചെയ്യണ്ട. എന്താണ്? ഞാൻ നന്നായ കാര്യം നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞു കാണൂല്ലോ. നീ ഒരു കാര്യം ചെയ്, ഒരു മൈക്കും പിടിച്ചോണ്ടേ നാട് നീളെ പറഞ്ഞു നടക്കും, ഞാൻ നന്നായി എന്ന് എല്ലാരും അറിയട്ടെ. അല്ല, അത് എൻ്റെ ഭാവി കാര്യങ്ങളാണ്. ഫസ്റ്റ് കുടുംബത്തോടെ നന്നാക്കിയിട്ടല്ലേ നമ്മുടെ നാട്ടുകാരെ നന്നാക്കാൻ പോകുന്ന. അപ്പൊ ഞാൻ നിങ്ങളെ ഉപദേശം നന്നാക്കട്ടെ. എടാ, ഞങ്ങൾക്ക് നന്നാകേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഞങ്ങളെന്തിനാ ഉപദേശിക്കുന്നത്? ഇതാണ് ഈ പുതുതലമുറയുടെ കുഴപ്പം. ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാൽ അവരെ നിങ്ങൾ ശത്രുക്കളായിട്ട് കാണും. എന്നെ അങ്ങനെ ശത്രുവായിട്ട് കാണരുത്. നിങ്ങൾ എന്റെ പാതയിൽ നടക്കൂ. അയ്യേ, ഇവനെന്താ ഇങ്ങനെ? എന്താടാ നിനക്ക്? ചേച്ചി, ഞാൻ ശരിക്കും നന്നായി നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല. പഴയ സഞ്ജു അല്ല ഞാൻ ഒരു പുതിയ സഞ്ജുവാണ്. ആൾക്കാർ നന്നായ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരൂ. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാത്രമല്ല, എൻ്റെ മുഴുവൻ ശൈലി, ഭാഷാ ശൈലി, വേഷവിധാനങ്ങൾ എല്ലാം തന്നെ മാറും. അതൊക്കെ മാറ്റത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു കള്ളത്തരല്ലേ ഇവന്റെ സംസാരത്തില്? അതാണ് ചേച്ചി ഞാൻ പറഞ്ഞത്. ഭാഷാ ശൈലിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മൾ നന്നാവുമ്പോൾ നമ്മുടെ ഭാഷയും മെച്ചപ്പെടും. സഹോദര, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ അടുത്ത്. നിന്നെ നന്നാക്കിയ ഇവിടുത്തെ അമ്മയുണ്ടല്ലോ, അവിടെ അച്ഛമ്മയെടുത്തും അപ്പച്ചയെടുത്തും വഴക്കുണ്ടാക്കി നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത് അമ്മയുടെ കുഴപ്പമല്ല, അത് അച്ഛമ്മയും അപ്പച്ചിയും നല്ലതാവാത്തതിന്റെ കുഴപ്പമാണ്. അതിന്റെ ഭവിഷ്യത്താണ്. എന്തായാലും ഞങ്ങള് നല്ലവരല്ലടാ, അല്ലേ ചേച്ചി? അല്ല കൃഷ്ണെ, നിനക്ക് നന്നാവണ്ടെങ്കിൽ നീ നന്നാവണ്ട. മൂത്ത സഹോദരിയെ കൂടെ എന്തിനാണ് കൂട്ടുപിടിക്കുന്നത്? അവൾ നന്നാവട്ടെ. എടാ മോനെ സഞ്ജു, ചേച്ചിക്ക് നന്നാവണ്ടടാ. ചേച്ചി ഒരു അരമണിക്കൂർ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ മതി. ഞാൻ ചേച്ചി നന്നാക്കി എടുക്കാം. അങ്ങനെ നമുക്ക് ചേച്ചി നന്നാവും, അപ്പുണ്ണി നന്നാവും, അച്ഛൻ നന്നാവും, അച്ഛമ്മ നന്നാവും, നമ്മുടെ കുടുംബം മുഴുവൻ നന്നാവും. പിന്നെ നമുക്ക് നാട്ടുകാരെയും കൂടെ നന്നാക്കാം. ഡാ, നീ സ്വയം അങ്ങ് നന്നായാ മതി. ഞങ്ങൾക്ക് നന്നാവണ്ടെന്ന് പറഞ്ഞില്ലേ? പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവരെ വേണമെങ്കിൽ നമുക്ക് നന്നാക്കാം അല്ലേ? പിടിക്കണേ, ഇവരുടെ ഇപ്പൊ തന്നെ പൊളിക്കാം. നീ ഇത്രക്ക് നല്ലവനാവണ്ട കേട്ടാ.
സഹോദരിമാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ഇപ്പം ചെയ്യുന്നത്. എന്റെ കാര്യങ്ങൾ വിടൂ. മാറി നിൽക്കൂ. എവിടെ പോണ നീ? ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അമ്മേനെ നന്നാക്കാൻ എന്റെ അമ്മയെ നന്നാക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ കൂടെ നന്നായാൽ മതി. ചേച്ചി, അവനും അമ്മയും മാത്രമേ ഉള്ളൂ ഈ ലോകത്തെ രണ്ട് നല്ല മനുഷ്യന്മാര്. ബാക്കി നമ്മളെല്ലാരും മോശക്കാരാ. ആ സത്യം നീ മനസ്സിലായ സ്ഥിതിക്ക് യു ആർ ക്ലോസ് ടുവേർഡ്സ് നന്നാവൽ. നീ മലയാളം പറ. നീ മലയാളത്തിൽ നല്ല ഇതായിട്ടല്ലേ പറയണത്. പറ, അത് പറ. ആ സത്യം നീ മനസ്സിലായ സ്ഥിതിക്ക് നീ നന്നാവലിലേക്ക് ഒരു പടി കൂടെ അടുത്താണ് നിൽക്കുന്നത്. നിന്നെ കൊണ്ട് പറ്റും കൃഷ്ണൻ. സഞ്ജു പോട്ടെ, മാറി നിൽക്കൂ സഹോദരി. ഞാൻ സമയം ഇവിടെ ഇരുന്ന് പറയണമെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങളെ നന്നാക്കി എടുക്കാം. ഒരു ചാൻസ് കൂടെ എനിക്ക് തന്നാ മതി. ഇറങ്ങി പോടാ ഇവിടുന്ന്. നന്നാക്കാൻ വന്നേക്കും. എന്താണ് ഇവന്? കുറെ വെള്ളമുണ്ട്, ചന്ദനക്കുറി. അമ്മ കുറച്ചേരം അമ്മ പിടിക്കുമ്പത്. പിന്നെ വയസ്സായ ഞാനല്ലേ വിറക് ചുമക്കാൻ പോണത്. അമ്മയെ കണ്ടധികം പ്രായം തോന്നൂല. എടി അതെ, എനിക്ക് സൗന്ദര്യം ഉള്ളതുകൊണ്ട് നിനക്ക് തോന്നുന്നു അങ്ങനെ. ഇത് പൊക്കിത്താമ്മ, ഞങ്ങൾ കിടക്കും. അമ്മയെ കാണാൻ വന്നിട്ട് തോട്ടിയെ മറിച്ചിടുഞ്ഞ എന്നെ. അതെ, എത്രയും പെട്ടെന്ന് ഗ്യാസ് സിലിണ്ടർ സെറ്റ് ആക്കണം, അല്ലെങ്കിൽ പണിയാവും. എനിക്കെന്ത് പണി കിട്ടാനാ? നിനക്കെട്ടാ പണി കിട്ടുന്നു. അയ്യോ, മറ്റേടത്ത് പണിയായി പോയി. ഒക്കെ എന്നിട്ട് ഉരുണ്ട് വീണം. ആ അപ്പച്ചി അച്ഛൻ ഇത് എവിടെ പോയിട്ട് വരുന്നു? പൂന്നുള്ളാൻ പോയതാ. കയ്യിലിരിക്കണം കണ്ടിട്ട് മനസ്സിലായില്ല ജാടത്തണ്ടി. ഓ, വിറക് ശേഖരിക്കാൻ പോയതാണല്ലേ. ഇതാണ് നമ്മുടെ പറമ്പിൽ കുറെ വൃക്ഷങ്ങൾ ഉള്ളതിന്റെ ഗുണം. എല്ലാം പ്രകൃതിയുടെ വരദാനം. എവിടെ പോവാ? നമ്മുടെ പറമ്പിൽ കുറെ തെരുവ് നായ്ക്കൾ തമ്പടിച്ചിട്ടുണ്ട്. ഇത് അവയ്ക്കുള്ള ആഹാരമാണ്. ഞാൻ അത് കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴിയായിരുന്നു. പട്ടികടി കെട്ടി തിരിച്ചു വരുവോ? പട്ടി കടിക്കില്ല അപ്പച്ചി. അവയ്ക്ക് നന്ദി സ്നേഹമുള്ള വർഗമാണ്. അങ്ങോട്ട് എന്തെങ്കിലും ചെയ്താൽ ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യും. പൈസ കൊടുത്ത് വാങ്ങിയ ബിസ്ക്കറ്റ് നീ പട്ടിക്ക് കൊടുക്കുന്നോടാ. ഞാൻ അതിനൊക്കെ ഇവിടുന്ന് ഓടിക്കാൻ നോക്കുമ്പോ നീ ബിസ്ക്കറ്റ് കൊടുത്ത അതിനൊക്കെ തിരിച്ചിങ്ങോട്ട് കൊണ്ടിരുന്നോ? എന്നിട്ട് കരി മേടിക്കാനാട്ടോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എൻ്റെ അമ്മയുടെ ഉപദേശം സ്വീകരിച്ചത് കൊണ്ട് ഞാൻ ഇപ്പോൾ ദേഷ്യപ്പെടുന്നില്ല. ശരി അച്ഛമ്മേ, ആ ബിസ്ക്കറ്റ് അച്ഛമ്മ തന്നെ തിന്നോളൂ. അത് കലക്കമ്മ. അമ്മാനിപ്പോ രാന്തായ. വാ പോവാ. ഓ, തല കളച്ചിട്ട് എനിക്കിത് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ട് വെച്ച് തിന്നോടി. ഇതാ വേണ്ട, കെട്ടു വീഴും. വീട്ടിൽ ചെന്നിട്ട് തിന്നാം. ഒന്ന് വായോത്. കൊല മൂത്തോന്ന് നോക്കിയതാ. എന്റെ കൊല. ഞാൻ വീടിനടുത്ത് തൊട്ടി വീഴുഞ്ഞേ. ആ, നീ നോക്കി നടക്കണം. സ്വന്തമായിട്ടിട്ട് കുടിക്കുന്ന കട്ടൻ ചായക്ക് എന്തൊരു ടേസ്റ്റാ. വിറക് ചുമന്നും തീ പിടിപ്പിച്ച് എന്റെ ഊപ്പാടിളകി. യോ, അപ്പച്ചി വേണമെങ്കിൽ ഇത് കുടിച്ചോ. അയ്യോ, ഇത് ഗ്യാസിലിട്ട് കൊണ്ടാക്കിയതാ. അപ്പച്ചി കുടിക്കില്ലല്ലോ. ഓ, ആക്കിയതാണല്ലേ. നിന്റെ അമ്മയുടെ മനസ്സിലിപ്പോ എനിക്ക് മനസ്സിലായി. അയ്യോ, മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പൊക്കെ അറിയാൻ പറ്റുമോ? ഓസിലും ഗ്യാസിലും കൂടോത്രം വെച്ചാല് എന്റെ മോള് PhD പൊട്ടൂന്ന് ആലോചിച്ച് മനക്കോട്ട കെട്ടണ്ടെന്ന് നിന്റെ അമ്മോട് പറഞ്ഞേരെ. അത്രയ്ക്ക് അങ്ങ് തള്ളി പറയാനൊന്നും പറ്റത്തില്ല. ഗീതാന്റിയുടെ കൂടോത്രം, പുള്ളിക്കാരി കൂടോത്രം വെച്ച എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അവളെക്കാളും വലിയ മോശക്കാരിയാ ഞാൻ. അതെനിക്കറിയാം. എന്തറിയാന്ന്? അല്ല, അപ്പച്ചി ഭയങ്കര കേമത്തിയാണെന്നുള്ളത്. വെളച്ചിലെടുക്കല്ലേ. ഓ, അരി എവിടെയാണ് ഇരിക്കുന്നേ? എനിക്കറിയാവോ അരി എവിടെ ഇരിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും അറിയോ? അരി ഉള്ളിടത്തും ഉണ്ടാവും, പോയി നോക്കണം. അപ്പച്ചി, അത് ഗ്യാസിലുണ്ടാക്കിയതാ. ഇവിടെ തുപ്പല്ലേ? ഓരോ അന്ധവിശ്വാസങ്ങൾ. അമ്മേ, അമ്മ അങ്ങോട്ട് മാറി നിൽക്കി, ഞാൻ ചെയ്തോളാം. ഇത്രയൊക്കെ ചെയ്യാമെങ്കിലേ ബാക്കിയും കൂടെ എനിക്ക് അറിയാം. അമ്മ ഈ പണി ഏൽപ്പിച്ച് എൻ്റെ പുന്നാര പെങ്ങളെ എനിക്കൊന്ന് കാണണം. അവക്കിട്ട് പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എടാ,
അവൾ ഇത്ര നേരം ഇവിടെ കിടന്ന് ഊതി ഇത് ഇങ്ങനെ കത്തിച്ച അവൾ അങ്ങോട്ട് പോയി ശ്വാസം മുട്ടിട്ട്. അതൊന്നും എന്റെ മോൻ അറിയണ്ടല്ലോ. ഇതൊക്കെ അമ്മ തന്നെ ഒപ്പിച്ചു വെച്ച പണിയല്ലേ? നിന്റെ പെണ്ണുമ്പോൾ ഒപ്പിച്ചു വെച്ചാ ഞാനല്ല. എടാ അടുക്കള വല്ലോ ഉണ്ടോന്ന് അവള് ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? അമ്മ ഒരു അബദ്ധം പറ്റി. ആർക്കാ അബദ്ധം പറ്റാത്തത്? അതിന്റെ പ്രതിവിധിയല്ലേ ഞാൻ അപ്പുറത്ത് പോയി ഗ്യാസ് ഊറ്റി എടുത്തോണ്ട് വന്നത്. അതാണ് ഏറ്റവും വലിയ അബദ്ധം. ഓ, അമ്മയുടെ അന്ധവിശ്വാസം ഉണ്ടല്ലോ, ഇതാ ഏറ്റവും വലിയ കുഴപ്പം. എടാ മറ്റേ എത്രയോ വീടുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ചെന്ന് നിനക്ക് ഒരു ഗ്യാസ് ഊറ്റി എടുത്തോണ്ട് വന്നാ പോരായിരുന്നോ? നിങ്ങളുടെയൊക്കെ അതിനെയൊക്കെ സ്നേഹം കൊണ്ടേ മറ്റുള്ളവർ ഇപ്പൊ തരും ഗ്യാസ് ഊറ്റി. വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല. അതാണ് കൂടോത്രത്തിന്റെ പവർ. അമ്മ അങ്ങോട്ട് മാറി നിൽക്കി, ഞാൻ സഹായിച്ചു തരാം. നീ നിന്നെ ആദ്യം പെണ്ണുമ്പളെ പൈസ സഹായിക്കടാ. ഞാൻ സഹായിക്കാൻ പറ്റുന്നു. കോഴിയെ വളർത്താൻ വിളിച്ചാലും കൊല്ലാൻ വിളിച്ചാലും കിയോ കിയോ. അതുപോലെ അമ്മയുടെ കാര്യം. നീ വളർത്താനും പിടിക്കണ്ട, കൊല്ലാനും പിടിക്കണ്ട. വയസ്സും പ്രായമൊക്കെ ആയി. പലയിടത്തും വീണ് കിടന്നാലേ ഒരു തുള്ളി വെള്ളം തരാൻ ബാക്കിയുള്ളവരേ ഉള്ളൂ. ഞാനേ ഒരിടത്തും വീഴത്തുമില്ല. ഒരു തുള്ളി വെള്ളം നിങ്ങൾ തരാനും വരണ്ട കേട്ടോ. ഇതെല്ലാരും പറയാറുണ്ടമ്മേ, ഒരു കാര്യവും ഇല്ല. തള്ളി വൈ തള്ള നടക്കുന്നു. തലക്കടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ മാറണം. നീ പോടാവിടുന്നു, പോടാവിടുന്നു. എന്നെ മുന്നാണോ ദേഷ്യം പിടിച്ചിരിക്കുക എനിക്ക്. വേറെ കൊണ്ടെടുത്ത് മോന്തയ്ക്കാൻ കുത്തിത്തരും കേട്ടാ. കളിയാക്കാൻ വന്ന എനിക്ക് വേറെ ഒരു പണിയില്ലേ? എനിക്ക് അല്ലെങ്കിൽ ഒരു പണിയില്ല. ഞാൻ ദേഷ്യം വരും എനിക്ക്. ചാരിനിപ്പം എടാ കേറി പോടാ. എന്നെ നോക്കി നിൽക്കാതെ പന പോലെ വളർന്നിരിക്കുക. എന്തിനു കൊള്ളാം. ഇത് പറ്റത്തില്ലല്ലോ. പുഷ്പേ, എടി എന്ത് പാടിയത്? നീ കാരണം എന്റെ അമ്മയും പെങ്ങളും ചക്രശ്വാസം വിളിച്ചോണ്ടിരിക്കുക. അതിനെന്താ? എന്നെ കുറെ ചക്രശ്വാസം അവര് വലിപ്പിക്കുന്നില്ലേ? കുറച്ച് അവരും വലിക്കട്ടെ. എടി എന്റെ അമ്മയും പെങ്ങളും ആണെന്നത്. എന്താ അമ്മേനെയും പെങ്ങളെയും പറയുമ്പോ നിങ്ങൾക്ക് പുള്ളിപ്പോയോ? നിന്റെ വീട്ടുകാരെ പറഞ്ഞ നിനക്ക് പൊള്ളത്തില്ലേ? അത് കൊള്ളും. പക്ഷെ എന്നായിരുന്നില്ല എന്റെ വീട്ടുകാർ പറയരുത്. കഷ്ടമാണ് കേട്ടോ. എടി ഗ്യാസ് തീർന്നു കഴിഞ്ഞാ പുതിയ കുറ്റി ഇവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ? ആ ഗ്യാസ് നിറക്കാനുള്ള പൈസ തരേണ്ടത് ആരും ഉത്തരവാദിത്ത? എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ സമ്മതിച്ചു. ഇനി അതിന് എനിക്ക് പറ്റിയില്ലെങ്കിൽ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കുറ്റി വാങ്ങിച്ചു ഇവിടെ വെക്കണ്ടേ? അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിർത്തി. എന്നിട്ട് എവിടുന്നാ പോയി മേടിച്ചത്? ആ ലീലയുടെ വീട്ടിൽ നിന്ന്. ആ ലീലയുടെ വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വെക്കേണ്ട കാര്യമുണ്ടോ? ലീലയല്ല, പേര് മാറിപ്പോയി, ഗീത. ആ ഗീത എങ്കിൽ ഗീത. ആരായാലും അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീയാണേ. വേറെ ആരോടെങ്കിലും പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാല് 100 ചോദ്യങ്ങൾ ചോദിക്കും. ഏതിയാകുമ്പോ ഒന്ന് ചോദിക്കാണ്ട് എടുത്തരും. അവള് നല്ല സ്വഭാവ. എന്നാ പിന്നെ നിനക്ക് ആ മോഹിനിയോട് ചോദിച്ചു നോക്കരായിരുന്നു. എന്താ മോഹിനിയോട് ചോദിക്കണം നിങ്ങൾക്ക് ഇത്ര നിർബന്ധം? ആര് നിർബന്ധിച്ചു? ഞാൻ വെറുതെ പറഞ്ഞോന്നല്ലേ ഉള്ളൂ. എന്നാ നിങ്ങൾ മോഹിനിയോടൊന്ന് ചോദിച്ചു നോക്ക്. നീയൊക്കെ ചെന്നാലേ ഉള്ളവള് തരാത്തത്. ഞാൻ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ അവള് നല്ല അന്തസ്സായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്ത് തരും. എന്നൊന്ന് വിളിച്ചു നോക്കിയേ. വിളിച്ചു നോക്ക് നിങ്ങൾ. എടി മനുഷ്യരോട് പെരുമാറാൻ പഠിക്കണം. അയലോക്കക്കാരുമായിട്ടൊരു ബന്ധം വേണം. അല്ല ചുമ്മാ ഇങ്ങനെ കെട്ടിലമേയായിട്ടിരുന്നാ പോരാ. അയൽവക്കക്കാരോട് ബന്ധമുള്ളത് കൊണ്ട് തന്നെയാ ഇന്നിപ്പോ ഇവിടെ ഗ്യാസ് കത്തുന്നത്. അത് മനസ്സിലായിട്ടില്ല? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കൂടോത്രം ഗീതയുടെ ഗ്യാസ് അല്ലേ? നീ മനഃപൂർവ്വം ചെയ്താന്ന് എനിക്കറിയാടി. ഗ്യാസ് ഗീതയല്ല നടക്കുന്നത്, അതില് കമ്പനിക്കാരാ നടക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഗ്യാസ് ഗീതയല്ല നടക്കുന്നതെന്ന്. നിനക്ക് കുറച്ച് വിവരവും ഇല്ലേ? അമ്മക്ക് പിന്നെ പോട്ട് സാരമില്ല വിചാരിക്കാം. അമ്മയ്ക്ക് എന്ത് പടി കുഴപ്പം? നീ പറഞ്ഞു എങ്ങോട്ടായി പോകുന്നത്? അങ്ങനെയാണെങ്കിൽ ആ ഗ്യാസ് കത്തിച്ച പാടേ പൊട്ടിത്തെറിക്കണമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. സംഭവിച്ചോ? ഇല്ലല്ലോ. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് വിവരമില്ല, കുറച്ച് മനസ്സിലാക്ക് കാര്യങ്ങൾ. അമ്മയ്ക്ക് അത് ഇഷ്ടമല്ലെന്ന് അറിയാം, അതുകൊണ്ട് നീ മനഃപൂർവ്വം ചെയ്തു, അത്രേ ഉള്ളൂ കാര്യം. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എടി കുറെ നാളായില്ലേ നിന്റെ കാണാൻ തുടങ്ങിയിട്ട്. എനിക്കറിയാം നീ എന്താ ചിന്തിച്ചത്. ഞാൻ നല്ല ഉദ്ദേശം ചിന്തിച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഇല്ലല്ലോ, അപ്പം പിന്നെ ഒന്ന് മേടിച്ച് പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾ പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
നമുക്ക് നിറച്ചിട്ട് മേടിച്ചാ പോരായിരുന്നാ? പൈസ എപ്പോഴും ഇവിടെ നിറച്ചു വെച്ചിട്ടാണോ പോകുന്നത്? മനുഷ്യരാ ചിലപ്പോ ആവശ്യം വന്നാൽ പുറത്തുനിന്ന് കടം മേടിക്കും. ഒരു 950 രൂപ 1000 രൂപ നിങ്ങളുടെ അടുത്ത് എടുക്കാനില്ല ഗ്യാസ് മേടിക്കാൻ? ഞാൻ അറിഞ്ഞില്ലോ തീർന്നു പോകുന്നത്. അതൊക്കെ ആദ്യം ചിന്തിക്കണം. കുടുംബത്തിലെ കാര്യങ്ങൾ ചിന്തിക്കണം കുറച്ച്. തീരാറാവുമ്പോ പറയണം. അതിന്റെ ഉത്തരവാദിത്വം നിനക്കാ. എന്തേ അത് പറയുമ്പോ നാ ഇറങ്ങിപ്പോയ. നമുക്ക് 2 കുറ്റി ഉണ്ടെങ്കിൽ പ്രശ്നം വരില്ലായിരുന്നു. എങ്ങനെ വന്നാലും ബാക്കിയുള്ളവനെ കുറ്റം ചാരി. ഇത് നിന്റെ സ്വഭാവമാ. അതുകൊണ്ട് ആ പാവങ്ങൾ ഇതേ വെളിയിലിട്ട് അരിയും ഒക്കെ വെച്ചോണ്ടിരിക്കുക. മരുമോളുടെ കോണം അമ്മായിമ്മയും നാത്തൂനും കൂടെ വഴിയിലിട്ട് പറമ്പിലിട്ടാ അരിയും കൂട്ടാനും വെക്കുന്നത്. നമുക്കൊരു കറണ്ട് അടുപ്പ് മേടിച്ചാലോ? എടി ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ സംസാരിക്കുക. നീ കറണ്ട് അരിപ്പും കുന്തോ പറഞ്ഞോണ്ട് വരാതെ. ഗ്യാസ് തീർന്നാ പെട്ടെന്ന് കത്തിക്കാലോ. വേണ്ടല്ലേ? വേണ്ട, മേടിക്കണ്ട. അപ്പച്ചിയുടെ മുഖത്തേ കരിയും പുകയൊക്കെ ഉള്ളതുകൊണ്ട് മേക്കപ്പ് പിടിക്കണില്ല. അയ്യോ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പച്ചി വല്ല ബ്യൂട്ടി പാർലറിക്ക് പോയിക്കോ. കാരണം ഈ ചേച്ചി ചെയ്ത 8ന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ടേ. എന്താടാ എന്റെ മേക്കപ്പിന് കുഴപ്പം? ചേച്ചിയിലെപ്പം അപ്പച്ചിന്റെ മുഖത്ത് ഇതൊന്നും പിടിക്കില്ല. അത് അപ്പച്ചിന്റെ മുഖത്ത് കരിയും പുകയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ? അപ്പച്ചി ഇങ്ങോട്ട് തിരിഞ്ഞേ. എവിടെ കരി പുക? കരിയും പുകയൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഇതിനെല്ലാത്തിനും നിന്റെ അമ്മയാണ് കാരണം. എന്റെ അമ്മ ഇല്ല കാരണം, അപ്പച്ചിന്റെ അമ്മയാ കാരണം. ചെറുക്ക മിണ്ടാണ്ടിരുന്നോ, എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോരാ നിനക്ക്. അതിന്റെ പകരം അമ്മ അപ്പച്ചിനെ അടിച്ച ഓർമ്മല്ലേ? അൽപ്പച്ചി. അതിന് പകരം എന്റെ അമ്മ നിന്റെ അമ്മച്ചിനെ കിട്ടിയില്ലേ അമ്മക്ക്? അപ്പൊ എന്റെ അമ്മയ്ക്ക് തല്ല് മേടിച്ചു കൊടുത്തിട്ടാണ് എന്റെ അടുത്ത് മേക്കപ്പ് ചെയ്യാനിരിക്കണേ അല്ലേ? കൊള്ളാലോ. അതല്ല ചെയ്തേ. എഴുന്നേറ്റ് വിട്ടേ, സ്ഥലം വിട്ടേ. എന്തുവാണത്? എടി അത് അവര് തമ്മിലുള്ള പ്രശ്നമല്ലേ, നമ്മൾ തമ്മിൽ എന്ത് പ്രശ്നം? ചെയ്യേ. ഹലോ, നമ്മള് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. എന്ന് വെച്ചാൽ സിബ്ലിങ്സ്. നമ്മൾ എപ്പോഴും നമ്മുടെ അമ്മേന്റെ കൂടെ ഒറ്റക്കെട്ടായിരിക്കും. ഒറ്റക്കെട്ടായി നിൽക്കും ഞാൻ മരിക്കുന്നവരെ. ചെയ്ത് ആടിയത് എന്തുവാടിയത്? ഞാൻ മേക്കപ്പ് ചെയ്ത് തരില്ല. എഴുന്നേറ്റോ പൊക്കോ. എന്താണ് ഈ തരണ്ട. എന്റെ അമ്മയുടെ കയ്യിലേ ഇഷ്ടം പോലെ മേക്കപ്പ് സാധനം ഉണ്ട്. ഞാൻ പിച്ചിക്കൂട്ടി കളഞ്ഞു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്തോളാം. കൊരങ്ങി ഇങ്ങനെ പറയുന്നവരാണ് മന്ദബുദ്ധികള്. എന്റെ കയ്യിലുണ്ട് മേക്കപ്പ് സാധനങ്ങള്. എന്റെ അമ്മയുടെ കുറെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാട്ടാ. 3500 പോണു. എന്റെ പൊന്നോ, നീ ഇവിടെ മേക്കപ്പ് എന്ന് പറഞ്ഞു വന്നാണ്ടില്ല. പൊക്കോ. അടി വാങ്ങിച്ചു കൊടുക്കാൻ മോനും അടി വാങ്ങിച്ചു കൊടുക്കാൻ വേറെ മോളും സുന്ദരായിട്ട് വരും കേട്ടാ. ഞാൻ കാണിച്ചു തരാം. സാധനം കൊണ്ട് നടക്കണ നിങ്ങള് ലോക്കൽ കൊണ്ട് വെച്ചോടണോ? മോക്ക് പാട്ട് ചൊറി വരും നിനക്ക്. ചെയ്യണ്ടേ ചേച്ചി? മൈൻഡ് ചെയ്യണ്ട. നിനക്കെന്ത് പരിപാടി? അത് പിന്നെ ഞാൻ പോയ വഴിക്ക് ഈ കഞ്ഞി തിളച്ച് മറിയുന്നത് കണ്ടു. അതുകൊണ്ടൊന്ന് ഇളക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇളക്കുന്നത് നിന്റെ അച്ഛമ്മ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നിനക്കറിയാവല്ലോ. കേറി പടാത്തോട്ട്. എന്നാ പിന്നെ അച്ഛൻ ഇളക്കിക്കോളൂ. അച്ഛൻ പൊള്ളിക്കുന്നോടാ. പിന്നെ അച്ഛൻ എന്തിനാ അളക്കുന്ന? ഇത് തന്നെയല്ലേ അച്ഛൻ ഞാനും ചെയ്തത്. നീ പോകുന്നുണ്ടോ അതോ ഞാനിത് തലവഴി ഒഴിക്കണോ? ഇളക്കിക്കോ. നോമുന്നാ പോട്ടെ. ഇവിടെ നിക്കടാ. പോവാ. കുറച്ചേരം ഇവിടെ നിൽക്കൊരു കൂട്ടാവട്ടെ. നിക്ക്. വേണ്ട, ഇളക്കിക്കോ. നിന്നോട് ഇത് സഹായിക്കേണ്ടത് പറഞ്ഞല്ലേ? കരുപ്പടാത്തോട് എന്തോടാ കാണിച്ചത്? തിരിഞ്ഞു പോയി.
തവി വെച്ചാൽ നല്ല അടി വെച്ച് തരും കേട്ടോ